ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ്. ഇന്ന് ഇതുവരെ 45,000-ഓളം പേർ ദർശനം നടത്തിക്കഴിഞ്ഞു. ഉച്ചപൂജ കഴിഞ്ഞ് വൈകിട്ട് 3 മണിയോടെ നട തുറന്നു. ദീപാരാധനയ്ക്കും അത്താഴ പൂജയ്ക്കും ശേഷം രാത്രി 11 മണിയോടെ ഹരവരാസനത്തോടെയാകും ഇന്നും നടയടയ്ക്കുക. മനോജ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. മനോജ്, ഇന്നത്തെ വിശേഷങ്ങൾ. അനു, സ്വാമി ശരണം. സന്നിധാനത്ത് ഇന്നും ഈ ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ്. ഭക്തജനങ്ങളൊക്കെ തന്നെ ഇരുമുടിക്കെട്ടുമായി ഓരോ അയ്യപ്പന്മാരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 45,000 പേര് ഇതുവരെ ദർശനം നടത്തിയതായാണ് വിവരം. എന്തായാലും നിരവധി ഭക്തർ തന്നെയാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തിരക്കുണ്ടായിരുന്നു, അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സന്നിധാനത്തേക്ക് തിരക്ക് ഉണ്ട്. എന്തായാലും ഇന്ന് ഈ ഒരു ദർശന സമയം, അതായത് സാധാരണയായി എല്ലാ മണ്ഡലകാലത്തേക്കാളും ഇത്തവണ ദർശന സമയം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3 മണിയോടുകൂടി തന്നെയാണ് നട തുറന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നട അടച്ചത്. അതിനുശേഷം 3 മണിക്ക് നട തുറന്നു. ഇനി വൈകിട്ട് 6:30-ക്ക് ദീപാരാധനയുണ്ട്. അതോടൊപ്പം തന്നെ അത്താഴപൂജയ്ക്ക് ശേഷം 11 മണിയോടെ ഹരിവരാസനം പാടിയാണ് നട അടയ്ക്കുക. അതുവരെ ദർശനം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഈ ഭക്തരെല്ലാം തന്നെ ഇങ്ങനെ ഈ സന്നിധാനത്ത് ഈ സോപാനത്തിന് മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. എന്തായാലും ശരണമന്ത്ര ധ്വനികൾ തന്നെയാണ് ഇവിടെ എല്ലാം ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ, അതായത് 18-ാം പടിയിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ ഈ ഡ്യൂട്ടി സമയം അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റാണ് ഈ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം. അത് കൂടുതൽ വേഗത്തിൽ ഈ ഭക്തരെ മുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിനു വേണ്ടിയിട്ട് പോലീസുകാർക്ക് ഇത്തരത്തിൽ ഡ്യൂട്ടി സമയം കുറച്ചു നൽകി. എന്തായാലും ഇപ്പോൾ ഭക്തരൊക്കെ തന്നെ ഈ സന്നിധാനത്തേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ ഇത്തവണ എത്തിയിരിക്കുന്നു. എന്തായാലും മലയാളികളടക്കം നിരവധി പേരാണ്. കുഞ്ഞ് അയ്യപ്പന്മാർ, അതുപോലൊപ്പം തന്നെ മാളികപ്പുറങ്ങൾ. എന്തായാലും ഈയൊരു മണ്ഡലകാലം വളരെയധികം ഭക്തിപൂർവ്വമായി തന്നെ ഓരോ ഭക്തരും സ്വാമി ശരണം മുഴക്കിക്കൊണ്ട് ഇവിടേക്ക് എത്തുകയാണ്. Kannada matadala. Bangalore Swami, we are from Bangalore. Little bit maintenance has to be improved. Other than that, we are blessed here. ಸ್ವಾಮಿ ಶರಣಂ. ಹೇಳಿ ಸ್ವಾಮಿ. ನಾವು ಮೂರನೇ ವರ್ಷ ಬರ್ತಾ ಇರೋದು. ನಮ್ದವ್ರಿಗೆ ಯಾವತ್ತೂ ಕೈ ಬಿಟ್ಟಿಲ್ಲ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ. ಇವಾಗೂ ನಾವು 3ನೇ ಪಡಿ ನಮ್ದಿದು. ಸ್ವಾಮಿ ನಂಬಿದ್ರೆ ಯಾವತ್ತೂ ಮೋಸ ಆಗಿಲ್ಲ, ಯಾವತ್ತೂ ಇದಿಲ್ಲ. ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ 100ಕ್ಕೆ 100 ಸತ್ಯ ಇದ್ದಾರೆ. ನೀವು 100ಕ್ಕೆ 100 ಇದ್ದಾರೆ ಇಲ್ಲಿ. 100ಕ್ಕೆ 100 ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ಇಲ್ಲಿ ವಾಸವಾಗಿದ್ದಾರೆ. ಇವಾಗೆಲ್ಲ ಕ್ಲೀನ್ ಆಗಿ ಮಾಡಿದ್ದಾರೆ, ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ. ಎಲ್ಲಾ ಭಕ್ತಾದಿಗಳಿಗೂ ಒಳ್ಳೇದ್ ಮಾಡ್ಲಿ ಅಯ್ಯಪ್ಪ, ಒಳ್ಳೇದ್ ಮಾಡ್ಲಿಯಪ್ಪ. തീർച്ചയായും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന നിരവധി ഭക്തജനങ്ങൾ അവരൊക്കെ തന്നെ പറയുകയാണ് ഇവിടേക്ക് അവരൊക്കെ വർഷങ്ങളായി എത്തുന്നുണ്ട്. എന്തായാലും ഈ അയ്യപ്പൻ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, അയ്യപ്പനെ ദർശിക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഈ മല ചവിട്ടി വരുന്ന അയ്യപ്പന്മാരാണ്. ഇരുമുടി കെട്ടുമേന്തി വ്രതം നോറ്റുകൊണ്ട് ഇങ്ങനെ വരുന്ന അയ്യപ്പന്മാർ തന്നെയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു മണ്ഡലകാലം വളരെയധികം ഭക്തിസാന്ദ്രമായി സന്നിധാനമൊക്കെ തന്നെ ശരണമന്ത്ര മുഖരിതമായി ഇങ്ങനെ പോകുകയാണ്. എന്തായാലും സുരക്ഷയും അതുപോലെ തന്നെയാണ്. ഈ വിവിധ സേനാംഗങ്ങൾ ഈ സന്നിധാനത്തുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസുകാർ ഈ 18-ാം പടിയിൽ സാധാരണയായി നിർത്തേണ്ടത് പരിചയ സമ്പത്തുള്ള പോലീസുകാർ തന്നെയാണ്. അത്തരത്തിൽ തന്നെയാണ് ഇത്തവണയും ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ തവണ പറ്റിയ പാളിച്ചകൾ, അല്ലെങ്കിൽ ഈ മണ്ഡലകാലമല്ലാതെ ഈ മാസപൂജയ്ക്കൊക്കെ സംഭവിച്ച കുറേയധികം പ്രശ്നങ്ങളുണ്ട്. നിരവധി ഭക്തരാണ് പരാതിയുമായി വന്നിരുന്നത്. അത്തരത്തിലുള്ള പരാതികളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് 18-ാം പടിയിലേക്ക് കയറി വരുന്ന ഭക്തജനങ്ങളാണ്. 18-ാം പടിയിൽ ഓരോ പടിയും അവർ മുൻപൊക്കെ തന്നെ ഓരോ പടിയും നമസ്കരിച്ചുകൊണ്ട് കയറി വരുവാനുള്ള ഒരു ശ്രമമൊക്കെ എല്ലാവരും ഇപ്പോഴും നടത്തുന്നുണ്ട്. എന്തായാലും തിരക്ക് കാരണം തന്നെയാണ് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് കയറുവാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. എന്നാലും പോലീസുകാരൊക്കെ 18-ാം പടിയിൽ നിന്നും അവരെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സ്വാമി ശരണം മുഴക്കിക്കൊണ്ട് അവരൊക്കെ ഈ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ അയ്യപ്പനെ ദർശിക്കണമെന്നുള്ള ഒരു ചിന്ത മാത്രം. എന്തായാലും ഈ ഒരു ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഇവിടെ അധികൃതർക്കുണ്ട്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിൽ അവിടേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അധികൃതർ ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. അതൊക്കെ തന്നെ നമ്മൾ പങ്കുവച്ചിരുന്നു. ഏതായാലും
വർണ്ണാഭമായിട്ടുള്ള പുഷ്പാലങ്കൃതമായിട്ടുള്ള ഈ ഒരു സന്നിധാനം അത് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൊടിമര ചുവട്ടിലൊക്കെ തന്നെ പുഷ്പാലങ്കൃതമായി ആ ഒരു ദൃശ്യം അത് ഓരോ ദിവസവും ഇത് തന്നെയാണ്. മനോഹരമായ രീതിയിൽ സന്നിധാനം ശരണമന്ത്ര മുഖരിതമായി അങ്ങനെ തുടരുകയാണ്. എന്തായാലും ഇന്ന് രാത്രി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുകയാണ്. 11 മണിയോടുകൂടിയാണ് നടയടയ്ക്കുക. അതിനുശേഷം നാളെയും പുലർച്ചയിൽ ഇത്തരത്തിൽ ഭക്തർക്ക് ദർശനമൊരുക്കും. പുലർച്ചെ 3 മണിയോടുകൂടി നട തുറക്കും. എന്തായാലും ഓരോ ദിവസവും അങ്ങനെ ഭക്തർ വർദ്ധിച്ച് വരികയാണ്. ഈ ഒരു സന്നിധാനത്തേക്ക് എത്തുവാൻ ലക്ഷങ്ങളാണ് ഇനിയും കാത്തിരിക്കുന്നത്. ഓൺലൈൻ സംവിധാനം വഴി ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടേക്ക് വിർച്വൽ ക്യൂ വഴിയാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ എത്തുന്നത്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ്, അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സ്പോട്ട് ബുക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുവാനുള്ള അവസരം ഒരുക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങനെ എത്തുന്ന ഭക്തജനങ്ങൾ നിരവധിയുണ്ട്. ഈ ഒരു ഭക്തജന തിരക്ക് അത് നമുക്ക് രാവിലെ മുതൽ കാണുവാൻ സാധിച്ചിരുന്നു. ഉച്ചയായപ്പോൾ ആ ഒരു തിരക്കിന് കുറച്ചൊരു ശമനമുണ്ടായി. പിന്നീട് വീണ്ടും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഇരുമുടിക്കെട്ടുമായി ഓരോ അയ്യപ്പന്മാരും ഇങ്ങോട്ടേക്ക് ഈ 18ാം പടിയിലേക്ക് കടന്നു വരികയാണ്. അതിനുശേഷം 18ാം പടിയിലൂടെ സന്നിധാനത്തേക്ക് എത്തുകയാണ്. ആ ആഴിയൊക്കെ തന്നെ നമുക്ക് കാണാം. സന്നിധാനത്തിന് ഈ ഒരു 18ാം പടിക്ക് സമീപമായി ആഴി കത്തുന്നുണ്ട്. അവിടേക്ക് അയ്യപ്പന്മാർ ഈ കൊണ്ടുവരുന്ന അതായത് നെയ്യഭിഷേകം നടത്തിയ ശേഷം ആ നെയ്ത്തേങ്ങകളൊക്കെ അതിലേക്ക് എറിയുന്നത് നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു സന്ധ്യാ വേളയിലേക്ക് കടക്കുമ്പോൾ സന്നിധാനവും ഈ ശബരിമല ഒന്നാകെ തന്നെ ശരണമന്ത്രങ്ങൾ ഉയർന്നുകൊണ്ട് വളരെയധികം ഭക്തിസാന്ദ്രമായി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഓരോ ഭക്തജനങ്ങളും അത് അമ്മമാർ വർഷങ്ങളായി തന്നെ ഇവിടേക്ക് ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന മാളികപ്പുറങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചു മാളികപ്പുറങ്ങളുണ്ട്, കുഞ്ഞയ്യപ്പന്മാരുണ്ട്, അതോടൊപ്പം ഗുരുസ്വാമിമാരുണ്ട്. നിരവധി പേരാണ്, അതായത് മലയാളികളും അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളും ഓരോ മണ്ഡലകാലത്തിനും വേണ്ടി കാത്തിരിക്കുകയാണ്. 41 ദിവസം വ്രതം നോറ്റുകൊണ്ട് അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു മോക്ഷയാത്രയിലേക്ക് ശബരിമലയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ ഇനിയും ഭക്തജന സഹസ്രങ്ങൾ കാത്തിരിപ്പിലാണ് ഈ ശബരിമലയിലേക്ക് എത്തുവാൻ വേണ്ടി. ഓരോ ദിവസവും ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുമുടിക്കെട്ട് നിറച്ചുകൊണ്ട് വ്രതശുദ്ധിയോടുകൂടി ഇരുമുടിക്കെട്ടുമേന്തി 18 പടികളും ചവിട്ടി മനസ്സിലും ശരീരത്തിലും അയ്യനെ മാത്രം സ്മരിച്ച് ധ്യാനിച്ച് അയ്യനെ ഒരു നോക്ക് കാണാനായി എത്തുന്ന ഭക്തജന കൂട്ടം അവരുടെ തിരക്ക് തുടരുകയാണ് ശബരിമലയിൽ. നമുക്ക്